കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റവും പ്രധാനപ്പെട്ട വലിയ മുന്നേറ്റം നടത്തിയത് നമ്മൾ ഈ കണക്ക് വായിച്ചല്ലോ. അത് എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ടതാകുന്നതെന്ന് വെച്ചാൽ അതിന് തൊട്ട് മുമ്പ് നടന്ന ലോക്സഭാ ഇലക്ഷനിൽ 19 സീറ്റ് UDF കൊണ്ടുപോയി. ഒറ്റ സീറ്റ് മാത്രമാണ് LDF കിട്ടിയത്. അതും ശബരിമല പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് വന്ന ലോക്സഭാ ഇലക്ഷൻ ആയതുകൊണ്ട് ഹർഷനോർമ്മയില്ല. അതായത് LDFൻ്റെ CPM പ്രവർത്തകരുടെയും CPI പ്രവർത്തകരുടെയും മനോവീര്യം ആകപ്പാടെ തകർന്ന നിലയിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. അങ്ങനെയല്ലേ? അപ്പോൾ അവിടെ പക്ഷേ അവർക്ക് കിട്ടിയതൊരു പുനർജന്മമായിരുന്നു. കാരണം അതിഗംഭീരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് അവർക്കുണ്ടായി. വലിയ വ്യത്യാസം UDF ആയിട്ടുണ്ടായി. ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി ഒഴികെ എല്ലാ തദ്ദേശ സംവിധാനങ്ങൾക്കകത്തും വലിയ മുന്നേറ്റം അവരുണ്ടാക്കി. അതാണ് സ്വാഭാവികമായിട്ടും ആ കരുത്തിൽ നിന്നാണ് വീണുപോയിടത്ത് നിന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ആ കരുത്തിൽ നിന്നാണ് അവർ രണ്ടാം ഭരണത്തിലേക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂന്നാം ഭരണത്തിലേക്ക് പോകാൻ ഇപ്പോൾ ഒരു നല്ല വിജയം അവർ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല LDFും CPM പ്രത്യേകിച്ചും CPMൻ്റെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ അവർ ചെയ്തിരിക്കുന്ന നല്ല കാര്യങ്ങൾ ഇത് ഉറപ്പായിട്ടും താഴെത്തട്ടിൽ പ്രതിഫലിക്കും എന്ന നല്ല ആത്മവിശ്വാസത്തിലാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ അതിദരിദ്രരെ മുക്തരാക്കുക എന്നത് അതിൻ്റെ കോറിൽ വളരെ നല്ല കാര്യമാണ്. കാരണം അത്രയും ആളുകൾക്ക് ഇവർ സെലക്ട് ചെയ്തിരിക്കുന്ന അത്രയും ആൾക്ക് വേണ്ടി അത്രയും അധ്വാനിച്ച് അവരെ മുകളിലേക്ക് കൊണ്ടുവന്നു. അതിൻ്റെ മറ്റ് വിമർശനങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ മറ്റുള്ള ആളുകൾ എങ്ങനെയായിരിക്കും അതിനെ കാണുക എന്നത് നമ്മൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ആ നിലക്ക് ശരിക്കും നിയമസഭയിലേക്ക് പോകുമ്പോൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ വിഷയത്തിന്മേൽ എന്ന് വെച്ചാൽ ഈ വികസനം, ഏറ്റവും താഴെത്തട്ടിൽ ചെയ്ത മികച്ച കാര്യങ്ങൾ, വീട് വെച്ച് കൊടുക്കുകയും മറ്റും ചെയ്ത കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ യഥാർത്ഥത്തിൽ താഴെത്തട്ടിലെ ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തിയിരിക്കുന്നത് എന്ന് കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. പിന്നെ ക്ഷീണിച്ചിരിക്കുന്നുവെന്ന് പൊതുവിൽ കേരള രാഷ്ട്രീയം കണക്കാക്കുന്ന കോൺഗ്രസും UDF സംവിധാനവും ഏത് നിലക്ക് മുന്നോട്ട് വരുമെന്നും ഏറ്റവും പ്രധാനപ്പെട്ടത് BJP പ്രത്യേകിച്ചും ഇറക്കുമതി ചെയ്യപ്പെട്ട ഒരു പ്രസിഡൻറ്റിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ യഥാർത്ഥ സംഗതികളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല എന്ന് നമ്മളിപ്പോഴും വിചാരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ കാലത്ത് ആദ്യത്തെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമോ ലോക്കൽ ബോഡി ഇലക്ഷൻ എന്നുകൂടെ നമ്മൾ കാണണം. അവർ 11 നിയമസഭാ സീറ്റുകളിൽ അവർ ഒന്നാം സ്ഥാനത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കിയാൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നിലക്കുള്ള ഒരു മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുമോ എന്നതിൻ്റെ സൂചനകൾ കൂടെ നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷന് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്.